ഇന്ന് ബലിയർനാൾ. അപ്പം എല്ലാ മലയാളികൾക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ബലിയർനാൾ ആശംസകൾ കേട്ടോ. രാവിലെ 5:30 നീച്ച് വന്നപ്പോൾ എന്നെ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. അമ്മ ഇങ്ങനെ കട്ടിപ്പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് കട്ടിപ്പത്തിരിൻ്റെ മാവൊക്കെ കുഴച്ചാട്ടിച്ച് ഇങ്ങനെ പരത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കജ്ജുകൊണ്ട്. കജ്ജുമൽ ഇന്നലെ അരച്ച മൈലാഞ്ചിൻ്റെ ഒരു ചെറിയ മഞ്ഞ കളർ ഉണ്ട് കേട്ടോ. പല്ലേക്കലൊക്കെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ നേരെ പോയിട്ട് കട്ടൻ ചായൻ്റെ ഒരു വെള്ളം തിളപ്പിച്ചുണ്ടാക്കിട്ടോ അടുപ്പത്ത് വെച്ചാട്ട് നീച്ച് വന്നാട്ട് തന്നെ ചേക്കത്തെ ഒരു വെള്ളം കുടിച്ചുമ്പോൾ നമുക്കൊരു സുഖമാണ് പള്ളക്കൊക്കെ. പിന്നെ നമ്മൾ കോഴിക്കടായൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് അന്തിക്ക് കുറച്ച് ഉള്ളിയൊക്കെ തോലൊഴിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടോ. അതൊക്കെ നല്ലോണം എരിഞ്ഞ് നന്നാക്കിട്ടോ സ്ലൈസർമേൽ വെച്ചാട്ട് നല്ല ഒരതി ഫുള്ള് ചേക്ക് മുറിച്ചിട്ടിട്ടോ. കുറച്ചൊരു വലിയ കണ്ടാക്കിയാട്ടോ മുറിച്ച്. അപ്പോൾ അതിന് താത്ത അടുപ്പത്ത് ഇതാ കട്ടിപ്പത്തിരിയൊക്കെ ഇങ്ങനെ ചുടലെടുത്തിട്ടുണ്ടായിട്ടോ. ഓട്ടട ചട്ടിയിലാട്ടോ നമ്മൾ കട്ടിപ്പത്തിരി ചുട്ടുണ്ടാക്കണത്. പണ്ടൊക്കെ എന്നും പെരുന്നാൾക്ക് ചേക്ക് കട്ടിപ്പത്തിരി തന്നെ കഴിഞ്ഞിട്ട് രാവിലെ അമ്മ അങ്ങനെ ഉണ്ടാക്കി തരല്. അപ്പോൾ ഒക്കെ ഒരു നൊസ്റ്റാൾജിയ ഇട്ടിച്ച് അങ്ങനെ ഞാൻ ഇമ്മനോട് പറഞ്ഞായിട്ട് നിർബന്ധിച്ചായിട്ട് ഉണ്ടാക്കിയതാട്ടൊന്ന് കട്ടിപ്പത്തിരി ആകുമ്പോൾ തിന്നാൻ നല്ല രസമാണ് കേട്ടോ. മറ്റേ പത്തിരി ചുടിന് അത്ര ഉണ്ടാക്കാൻ പണിയില്ല കേട്ടോ. അങ്ങനെ പത്തിരി ചുടലൊക്കെ നോക്കി നിന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ ഞാൻ നേരെ കുളിച്ചാൻ പോയിട്ടോ. കുളിച്ചാലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഔത്തേക്ക് കയറി വന്നിട്ടോ. ഇതാട്ടച്ച് പെരുന്നാൾക്ക് പള്ളിക്കൊക്കെ ഇടാനുള്ള തുണിയും കുപ്പായും എങ്ങനെയുണ്ട് രസമുണ്ടോ. പെരുന്നാൾ നിസ്കാരം 7 മണിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ നേരത്തെ തന്നെ അണിഞ്ഞൊരുങ്ങിയാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെ 8 മണിക്ക് ഇനിയും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ഞാൻ ആ തുണിയും കുപ്പായും ഒക്കെ വലിച്ചേറ്റിട്ടോ. പിന്നെ ഒരു ചേർപ്പെടുത്തായിട്ട് മുടിയൊക്കെ നല്ല ഒതുക്കി വാർന്നു കൊടുത്തിട്ടോ. മുടി വാരലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് അത്തറും തേച്ച് കൊടുത്തേ. നിങ്ങൾ പിന്നെ കണ്ണാടിൻ്റെ മുന്നിൽ കുറച്ച് നേരം അങ്ങനെ തൊള്ളാട്ടി നിന്നെടുത്തിട്ടോ. എങ്ങനെയുണ്ട് രസമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പുതിയ തുണിയും കുപ്പായൊക്കെ ഇട്ട് പള്ളിക്ക് പോകുമ്പോൾ എവിടുന്നാന്നില്ലാത്തൊരു ഊറ്റാണ് കേട്ടോ നമുക്ക്. പിന്നെ നേരെ അടുക്കളയ്ക്ക് ഇറങ്ങി പോയിട്ടോ. ഏട്ടൻ്റെ കുട്ടിയൊക്കെ ഉണ്ടായിട്ട് പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഓലൊക്കെ പുതിയ തുണിയും കുപ്പായും ഇട്ടിട്ട് ചായ കുടിച്ചെടുത്തിട്ടോ. ഞാനും ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെരുമഴ ചെയ്തിട്ടോ. പിന്നെ പള്ളിക്ക് പോകാൻ കുറച്ച് നേരം ബഗ്ഗിട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 7 മണി ആണതിൻ്റെ മുമ്പ് ഏതായിട്ട് പള്ളിക്കൽ എത്തിയിട്ടോ. അപ്പോൾ അതിന് പള്ളിയൊക്കെ നിറഞ്ഞു ഒലിച്ചോലെടുത്തീണേ. അങ്ങനെ നിസ്കാരം തുടങ്ങാൻ വേണ്ടിയിട്ട് പള്ളിത്തെ ഉസ്താദ് ഇറങ്ങി വന്നിട്ടോ. എല്ലാവർക്കും വിനീതന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഉസ്താദ് എല്ലാവർക്കും പെരുന്നാൾ ആശംസകളൊക്കെ നേർന്നിട്ടോ. പിന്നെ നേരെ നിസ്കാരം കഴിഞ്ഞിട്ട് ഹുതുബയും ഹുതുബ കഴിഞ്ഞാൽ പിന്നെ മരിച്ചോയൽക്കൊക്കെ വേണ്ടി ദുആർന്നിട്ടോ. അതിലൊക്കെ എല്ലാവരും കൂടി പിന്നെ ചങ്ങായിമാരൊക്കെ ആയിട്ട് കുറച്ച് നേരം പുറത്തിറങ്ങിയിട്ട് വർത്താനം പറഞ്ഞിട്ടോ. എല്ലാവരും പെരുന്നാളായതുകൊണ്ട് നല്ല ഊറ്റത്തിൽ തന്നെയാണ് ഇട്ടുള്ളത്. പള്ളീൻ്റെ പുറത്ത് നമ്മൾ ആൾക്കാർ വെള്ളവും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പള്ളിക്കാട്ടിലൊക്കെ കയറി ഇറങ്ങിട്ടോ. അവിടെ നമ്മളെ മരിച്ചോയാൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഓല കബറങ്ങളൊക്കെ പോയിട്ട് ഒന്ന് ദുആർന്ന് പോന്നിട്ടോ. എല്ലാവർക്കും വേണ്ടി സലാം പറഞ്ഞ് ദുആർന്നൊക്കെ പോന്നേ. കുടുംബക്കാർ മൊത്തം ഉണ്ടായിട്ടോ പള്ളിക്കാട്ടിക്ക്. നമ്മൾ നാളെ മറ്റന്നാളൊക്കെ മരിച്ചു പോകുമ്പോൾ നമുക്കും വേണ്ടി ചേക്ക് ദ്വാരക്കാൻ പറ്റിയ ആൾക്കാരുണ്ടായാൽ മതിയേനി. ചിലവർ ഇതിൻ്റെ താഴത്ത് വന്നിട്ട് കമൻറ്റ് ഇട്ടോ പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. പക്ഷെ നമ്മളെ വിശ്വാസം അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വീഡിയോ എടുക്കി എന്ന് മാത്രം കേട്ടോ പറയാനുള്ളത്. നമ്മളോട് ഇപ്പോൾ ഇതൊക്കെ അല്ലേ കയ്യുള്ളൂ. ഞമ്മക്കും ഊറ്റം ഓൽക്കും ഊറ്റം. അങ്ങനെ പള്ളിക്കാട്ടിൽ നിന്ന് ദ്വാരക്കലൊക്കെ കഴിഞ്ഞ് കുഴങ്ങി വരുന്ന പോത്തിന് ഇവിടെ മഞ്ഞ വെള്ളം റെഡിയാക്കി വെച്ചിട്ടോ. കുറേ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അതിനൊരു ക്ലാസ് എടുത്തിട്ട് ഞാനും കുടിച്ചിട്ടോ. പിന്നെ നേരെ പെരേക്ക് പോന്നിട്ടോ. പെരയിലെത്തിയിട്ട് ആദ്യം കയറി പോയോക്കിയത് അടുക്കളയൊക്കെട്ടോ. എത്തപ്പോൾ ഇവിടുത്തെ പാട് തിന്നാനുള്ളതൊക്കെ ആയിനോന്ന്. അപ്പം അമ്മയും താത്തയും ഇവിടെ തിന്നാണ്ടാക്കണ തിരക്കിലാട്ടോ. ഞാൻ ഇന്നിങ്ങനെ റീൽസിൽ കണ്ടിട്ടോ. ഓണായാലും പെരുന്നാളായാലും വിഷു ആയാലും ഒക്കെ നമ്മളെ പെരയുള്ള അമ്മമാരും താത്തമാരും ഒക്കെ അടുക്കളയിൽ തന്നെ ഓൽക്ക് പണി അറിഞ്ഞിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സങ്കടം പോലെ തോന്നിട്ടോ. എന്തായാലും ഓൽക്കൊക്കെ പഠിച്ചോ ഹയർ നൽകട്ടെ. ഓല അതിലൊരു പരാതിയോ മടുപ്പോ ഒന്നുമില്ലാതെ അങ്ങനെ എടുത്തും ചെയ്തോളൂലേ. നമ്മളൊക്കെ ആണെങ്കിൽ 2 ദിവസം കൊണ്ട് ഇട്ടെറിഞ്ഞ് പോയിണ്ടാവും. ലോകത്തെ ഏറ്റവും ഇടങ്ങാറുള്ള ഒരു പണിയാണ് കേട്ടോ ഈ ഇമ്മമാരെ പണി. അടുക്കളയിൽ തന്നെ എന്നും ഇങ്ങനെ നിൽക്കട്ടോ. അത് പോട്ടെ, അത് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ടാവും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇമ്മേൻ്റെ കപ്സൊക്കെ ഇവിടെ റെഡി ആയിണ്ടായിട്ടോ. അതിൻ്റെ ഇടയിലാവുന്ന ഞാൻ ബേവ് നോക്കിട്ടോ. ബന്ധ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഔത്തേക്ക് എടുത്ത് കൊണ്ടുവച്ചാട്ട് പിന്നെ നേരെ അതിൻ്റെ ദമ്മ് പൊട്ടിച്ചിട്ട് പിന്നെ വലിയൊരു തട്ടായിക്ക് വിളമ്പി. ഇന്നിപ്പോൾ എല്ലാവരും പട്ടത്തെ കുത്തിർന്നാട്ട് നല്ല മട്ടത്തിലായി കേട്ടോ തീറ്റ. പെരുന്നാൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ. അല്ലാത്ത ദിവസമൊക്കെ ഓരോരുത്തരെ പണിക്ക് പോകുമ്പോഴൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് തിന്നാൻ കഴിഞ്ഞോളണമെന്നൊന്നുമില്ല. പെരുന്നാളല്ലാത്തപ്പോഴും ചില പെരയിലൊക്കെ കാണട്ടോ പട്ടത്ത് ഇരുന്നാട്ട് തിന്നുന്നത്. ശരിക്കും അങ്ങനെ മാണല്ലോ എടുത്തപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചോറ് നമ്മൾ 2 തട്ടക്കും മുഴുവനാക്കി വിളമ്പിട്ടോ. ഇപ്പം മുളകും പുളിയും ബേവും ഒക്കെ പാകമായി വന്നേന് കേട്ടോ. നമ്മളെ ചോറിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ലേ. അങ്ങനെ തട്ടാത്ര എടുത്തായിട്ട് മക്കളെ കജ്ജിൽ ഇങ്ങനെ കൊടുത്തിട്ടോ. ഐറ്റൊക്കെ എടുത്തായിട്ട് ഡൈനിങ് ഹാളത്തെ ടേബിൾമൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചേ. പെരുന്നാളായതുകൊണ്ട് നേരത്തെ ചോറ് വെച്ചിട്ടോ. പള്ളിയിൽ നിന്ന് ഇരിയൽ കഴിഞ്ഞാൽ തന്നെ ചോറ് വെച്ചു. അങ്ങോട്ട് പിന്നെ നമ്മളിങ്ങനെ തെണ്ടി പോലാട്ടോ. നമ്മൾ അയലക്കത്തുള്ളവർക്കും കുടുംബക്കാർക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ ടേബിൾ മേലെ ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വിരലെടുത്തിട്ടോ. കോഴി പൊരിച്ചതും കോഴി മസാലയും ഇറച്ചി മസാലയും എത്തൊക്കെയോ കുറേ മസാലകളുണ്ട് കേട്ടോ. തൈരും അച്ചാറും പപ്പടും അങ്ങനെ പലജാതി വിഭവങ്ങളും ഉണ്ടായിട്ടോ.
പിന്നെ ബാപ്പ ഓരോരുത്തരുടെ ബസ്സിലേക്ക് ഇങ്ങനെ വണ്ടി എടുത്തിട്ടോ. ഇന്നിപ്പോൾ ചില്ലിൻ്റെ ബസ്സൊക്കെ പുറത്തെടുത്തതിന് കേട്ടോ. അത് പെരുന്നാൾക്കോ ഓണത്തിനോ വിഷുവിനൊക്കെയാണല്ലോ നമ്മൾ പുറത്തെടുക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂലയിൽ ഒരുത്തിയിലല്ല അതിൻ്റെ സ്ഥാനം ഉണ്ടായാൽ അതിൽ തിന്നുമ്പോൾ ചിലവർക്ക് അങ്ങനെ ഒരു കുറ്റം. അങ്ങനെ ഞാനും കഞ്ചും കാലും ഒക്കെ അഗ്ഗിയായിട്ട് കുത്തിരിക്കാൻ വേണ്ടി ഒരുങ്ങിട്ടോ. അപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറ്റി ഒരുങ്ങി വരലെടുത്തിട്ടാവും ഞാൻ എൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാട്ട്. കബ്സയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയത്. നിങ്ങളാടെ കത്താ ഉണ്ടാക്കിയത്? കബ്സയാണോ ബിരിയാണിയാണോ മന്തിയാണോ? ഞങ്ങളാടെ എല്ലാ നടി എത്തെങ്കിലും ഒരു ബിരിയാണി ആയിട്ടുണ്ടായാലും ഈ നട ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ നല്ല ഊറ്റത്തിൽ ഇരുന്ന് തിന്നലെടുത്തിട്ടോ. പിന്നെ ഉമ്മ വന്ന്, ബാപ്പ വന്ന്, താത്ത വന്ന്, കാക്ക വന്ന്, എല്ലാവരും പരിപരിക്ക് വന്നിട്ടോ. പിന്നെ എല്ലാവരും വളമ്പി തിന്നലെടുത്തി അവനാൻ്റെ ബസ്സിലേക്ക്. ഞാൻ വെള്ള ബസ് കഴിഞ്ഞിട്ടെടുത്തിനിയത്. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ തീറ്റയൊക്കെ കഴിഞ്ഞിട്ടോ. ചോറൊക്കെ ഉഷാറായിട്ടോ. ഇനിയിപ്പോൾ അടുത്ത കൊല്ലത്തെ പെരുന്നാൾക്ക് വെച്ചേക്കത്തെ ഒരു കൂടിയിരിക്കൽ ഉണ്ടാവുള്ളൂ എന്ന് വെച്ച് തോന്നണത്. ഏതായാലും ഞാൻ കുറേ പെരുന്നാൾക്ക് വെച്ചേക്ക് പഠിച്ചോൻ കൂടിയിരിക്കാൻ വേണ്ടി നമുക്ക് ഭാഗ്യം നൽകട്ടെ. ചോറയപ്പ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരു ഗ്ലാസ് സേമി പായസം എടുത്ത് കുടിച്ചിട്ടോ. അവൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള സാബൂനരിയൊക്കെ ഇട്ട് സേമി പായസമാണ്. പായസം കുടിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അയലക്കത്തുള്ള പെരേക്കും പങ്ങന്മാരാർക്കും ഒക്കെ ആയിട്ട് ഓരോ പെരേക്ക് തണ്ടി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങലെടുത്തിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരട്ടം കൂടി ഹൃദയം നിറഞ്ഞ് ഈദ് മുബാറക്ക് കിട്ടോ. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ ഉഷാറാക്കി.